السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ചില അനുഭവങ്ങൾ നമുക്ക് സ്വന്തമായി വരുമ്പോഴാണ് പല യാഥാർത്ഥ്യങ്ങളെയും ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയാറുള്ളത്. ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു ചിത്രം നൽകിക്കൊണ്ടാണ് ഞാൻ ഈ സംസാരം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ വളരെയധികം ജനസ്വാധീനമുള്ള എല്ലാ രാഷ്ട്രീയ രംഗങ്ങളിലും ഉദ്യോഗ രംഗങ്ങളിലും അത്യധികമായ സ്വാധീനശേഷിയുള്ള ആ സ്വാധീനശേഷി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സുകളും പല സാമൂഹിക പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാൻ ആത്മവിശ്വാസത്തോടെയും ചുറുചുറുക്കോടും കൂടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സമ്പന്നനും മാന്യനുമായ ഒരു വ്യക്തി. അദ്ദേഹം ഇപ്പോൾ പറയുന്നു, എനിക്ക് വിമാനത്തിൽ അടുത്ത 4-ാം തീയതി UAE ഒരു യാത്രയുണ്ട്, പക്ഷേ വിമാനത്തിൽ കയറാൻ എനിക്ക് ഭയമാകുന്നു. എത്രയോ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സ് മുതൽ വിമാനയാത്ര തുടങ്ങിയ എനിക്ക് ഇപ്പോൾ ഒരു വിമാനയാത്ര ഉദ്ദേശിക്കുമ്പോൾ പേടിയാകുന്നു. ഒരു 40 വയസ്സ് പിന്നിട്ടിട്ടില്ല അയാൾക്ക്. എന്തായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഈ ഭയത്തിൻ്റെ പിന്നിലുള്ള കഥ? അദ്ദേഹം പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരു വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കഥ പോലെ, ഒരു നോവല് പോലെ നമുക്ക് തോന്നും. ഞാൻ ഇതിവിടെ പറയുന്നത് മാസത്തിൽ കൃത്യമായ ഒരു ശമ്പളം, തരക്കേടില്ലാത്ത ഒരു കുടുംബം, അതേപോലെ തന്നെ ഒരു പക്ഷേ സൗകര്യപ്രദമായ സ്ഥലത്തു തന്നെ ജോലി, സുഗമമായ ഒരു ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രതിസന്ധികളൊന്നും അറിയാതെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ വിസ്മരിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഈ ക്യാമ്പിൻ്റെ സമാപനത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ സുഹൃത്തിന് സംഭവിച്ചത്, അദ്ദേഹം വളരെ മാന്യനാണ്. സമൂഹത്തിൽ ഇന്നുവരെ ഒരു ചീത്തപ്പേരും അദ്ദേഹം നേടിയിട്ടില്ല. ഒരു ദിവസം വെറുതെ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മുമ്പ് പണം നൽകാനുണ്ടായിരുന്ന ഏതോ ഒരു ഇടപാടിൽ വലിയൊരു സംഖ്യ, ലക്ഷങ്ങൾ നൽകാറുണ്ടായിരുന്ന വ്യക്തിയുടെ വളരെ വിലപിടിപ്പുള്ള വാഹനം അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ കടന്നുപോയി. അപ്പോൾ കൂടെയുള്ളവരോട് പറഞ്ഞു, ഒരു പക്ഷേ ഇപ്പോൾ അയാളെ പിന്തുടർന്നാൽ നമുക്ക് ആ പണത്തിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. വളരെ സ്പീഡുള്ള വാഹനമാണെങ്കിലും സമർത്ഥനായ തൻ്റെ ഡ്രൈവറെ ഉപയോഗിച്ച് ആ വലിയ കാറിനെ അയാൾ പിന്തുടർന്ന് അവസാനം ആ കാറ് എവിടെയോ ഒരല്പസമയം കൺമുന്നിൽ നിന്ന് മറഞ്ഞു. എങ്കിലും വീണ്ടും ഒരു ഊഹം വെച്ച് യാത്ര ചെയ്ത് അവസാനം ആ കാർ എത്തിച്ചേർന്നത് ഒരു റിസോർട്ടിലാണ്. ആ റിസോർട്ടിൽ പെൺവാണിഭത്തിൻ്റെ പേരിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. ആ വാഹനം അവിടേക്ക് പ്രവേശിക്കേണ്ട താമസം ഈ വാഹനത്തെയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡിൽ ഉൾപ്പെടുത്തി ചാർജ് ചെയ്തു. ഒരുപക്ഷെ ഏതു തലത്തിലും, മന്ത്രിതലത്തിലും ഉദ്യോഗതലത്തിലും പോലീസിൻ്റെ ഏത് തലങ്ങളിലും വെറുതെ നമ്പർ കണ്ടാൽ അത് കട്ട് ചെയ്ത് തിരിച്ചു വിളിക്കാൻ മാത്രം സ്വാധീനമുണ്ട് ആ വ്യക്തിക്ക്. പക്ഷേ പോലീസുകാരോട് തൽക്കാലം എതിർപ്പ് പ്രകടിപ്പിച്ച്
അവരൊരു ദേഷ്യം പിടിച്ചെടുക്കുന്ന ഒരു സമയമായതുകൊണ്ട് അവിടെ ചോദ്യമില്ല, ഉത്തരമില്ല. അറസ്റ്റ് നടന്നെന്ന് മാത്രമല്ല, തിരിച്ചു വിളിക്കാൻ കയ്യിലുള്ള മൊബൈൽ പോലും വാങ്ങിവെച്ചു. എല്ലാ നടപടികളും പൂർത്തിയായി. റേഡിയോയും അതേപോലെ തന്നെ എല്ലാ ചാനലിൻ്റെ ആളുകളും വന്ന് ഫോട്ടോ എടുത്ത് റെക്കോർഡുകൾ തയ്യാറാക്കുന്നത് വരെയും അദ്ദേഹത്തിന് തൻ്റെ സ്വാധീനങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയില്ല. അവസാനം വളരെ വൈകി മാത്രം അദ്ദേഹത്തിന് ഫോൺ ചെയ്യാനൊരു സുഹൃത്ത് ഫോൺ കൊടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട റൂമിൻ്റെ ബാത്റൂമിൽ കയറി ഒന്ന് ഫോൺ വിളിച്ച് നടപടികൾ ആരംഭിച്ചു. ഉടനെ സ്റ്റേഷനിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ തൽക്കാലം ഒഴിവായെങ്കിലും പിറ്റേന്നത്തെ രാവിലത്തെ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും കുടുംബ പേരും പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ചോദിക്കുന്നത്, ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഇത്തരമൊരു നിസ്സഹായാവസ്ഥ എനിക്ക് വന്നു ചേർന്നിട്ടില്ല. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ സഞ്ചരിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇന്നും എനിക്ക് മാറാത്ത ഞെട്ടലാണത്. എനിക്കൊന്നിനും ധൈര്യം കിട്ടുന്നില്ല. എനിക്ക് പുറത്തിറങ്ങാൻ ധൈര്യമില്ല, ഒരു വിമാനയാത്രയ്ക്ക് ധൈര്യമില്ല, എൻ്റെ ഒരു കല്യാണ സദസ്സിലേക്ക് കയറാൻ പോലും എൻ്റെ മനസ്സു സമ്മതിക്കുന്നില്ലെന്നാണ്. മണിക്കൂറുകളോളം സംസാരിച്ചിട്ടു നേടിയ ചെറിയൊരു ആത്മവിശ്വാസത്തിൽ അദ്ദേഹം ധൈര്യം വീണ്ടെടുത്ത് ജീവിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നേ ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റൂ. സഹോദരങ്ങളെ, ഞാൻ ഇത് പറഞ്ഞത് എല്ലാം നിമിഷ നേരങ്ങളെ കൊണ്ട് തകിടം മറിഞ്ഞ് ഒരു നിസ്സഹായതയിലേക്ക് എനിക്കും നിങ്ങൾക്കും നീങ്ങാനുണ്ട്. അത് ഒരു ഖുതുബയിലോ പ്രഭാഷണത്തിലോ പറയുന്ന, നമ്മളെ പ്രചോദിപ്പിക്കാനോ ഭയപ്പെടുത്താനോ വേണ്ടി മാത്രം പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ല. മരണവും മരണാനന്തര ജീവിതവും, മോചനം നേടാൻ പറ്റാത്ത, വൈകിപ്പോലും സ്വാധീനങ്ങൾ ചെലുത്താൻ പറ്റാത്ത, തിരിച്ചറിവ് കൊണ്ടോ മുഖപരിചയങ്ങളെ കൊണ്ടോ മോചനം നേടാൻ പറ്റാത്ത തികഞ്ഞ നിസ്സഹായതയുടെ ഒരു ലോകത്തിലേക്ക് നിമിഷങ്ങളെ കൊണ്ട് ചെരുപ്പിൻ്റെ വാറുകൾ ഏതുപോലെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ നാം എടുത്തെറിയപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു. എന്തിനു നമ്മൾ അവിശ്വസിക്കണം? നോക്കൂ നിങ്ങൾ, 2 മരണമുണ്ട് മനുഷ്യനെന്ന് ഖുർആൻ പറയുന്നു. ഒരു മരണാനന്തരത്തിനു ശേഷമാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് എന്ന് പ്രതീകാത്മകമല്ലത്. അതൊരു ഉപമയുമല്ല, ഉദാഹരണവുമല്ല. തികച്ചും ശവമായ മരിച്ച അവസ്ഥയിൽ നിന്നും ജീവൻ പൂണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത്. റബ്ബനാ അമത്തന സ്നതൈൻ വഅഹ്യൈതന സ്നതൈൻ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ 2 പ്രാവശ്യം മരിപ്പിച്ചുവല്ലോ, 2 പ്രാവശ്യം ജീവിപ്പിച്ചുവല്ലോ എന്ന് പരലോകത്ത് മനുഷ്യൻ യാഥാർത്ഥ്യത്തോടെ അംഗീകരിക്കും. ഏതാണ് സഹോദരങ്ങളെ ആ 2 മരണം? ഒരു മരണം എനിക്കും നിങ്ങൾക്കും അറിയാം. താടിയെല്ലുകൾ അകന്നു കിടക്കാതിരിക്കാൻ കൂട്ടിക്കെട്ടി കിടക്കുന്ന മുഖം, അതല്ലെങ്കിൽ ചേർത്തുവെച്ച കാലിൻ്റെ കാൽപ്പടങ്ങൾ അകന്നു നിൽക്കാതിരിക്കാൻ പെരുവിരലുകൾ ചേർത്ത് കെട്ടിക്കിടക്കുന്ന മരണത്തിൻ്റെ ചിത്രം. അതല്ലാത്തൊരു മരണമുണ്ട്. ഏതാണ് ആ മരണം? മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ആത്മാവ് വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ആരായിരുന്നു? നാം ജീവനില്ലാത്ത ശവങ്ങളായിരുന്നു. അവിടെ നിന്ന് ആ നിഗൂഢമായ ഇരുട്ടറയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ഈ തുടിക്കുന്ന ആത്മാവ് കടന്നുവെന്നുവെങ്കിൽ, എന്നെയും നിങ്ങളെയും അടക്കം ചെയ്ത കബറുകളിലേക്കും മണ്ണറകളിലേക്ക് ആത്മാവ് ഒരിക്കൽ കൂടെ തിരിച്ചു വരും. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസുബിൻ യുഫിദൂൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാ ദാലികൽ യൗമുല്ലദീ കാനൂ യുഅദൂൻ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ, പഴകി ദ്രവിച്ച കുഴിമാടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസം. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ ഒരു യാഥാർത്ഥ്യബോധം ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിലും കൈവിടാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രമിക്കരുത്. വീട്ടിൽ നിന്നൊരു TV കാണുകയാണെങ്കിലും, കുടുംബത്തോടൊപ്പം നമ്മൾ ഉല്ലസിക്കുകയാണെങ്കിലും, ഏറ്റവും ദുരിതപൂർണമായ ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുകയാണെങ്കിലും ഒക്കെ ഒരേപോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വിശ്വാസമാണ്, മരണത്തോടെ കണ്ണു ചിമ്പിക്കഴിഞ്ഞാൽ ഇതുവരെ കണ്ട ആനന്ദ നിമിഷങ്ങളെക്കാൾ, ഇതുവരെ അനുഭവിച്ച ജീവിത പ്രതിസന്ധികളെക്കാളും വലിയ അനുഭവങ്ങളിലേക്കാണ് അടഞ്ഞു കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്നത് എന്ന പരലോകത്തെക്കുറിച്ചുള്ള വലിയ യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു രംഗത്തും മനസ്സു പതറിപ്പോകാത്തവർ പരലോകത്തെക്കുറിച്ച് ഓർത്തപ്പോൾ മനസ്സു പതറി എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഒരു രംഗത്തും മനസ്സു പതറാത്തവർ, തൻ്റെ കുട്ടി മരിച്ചെന്ന് കേട്ടപ്പോഴോ, പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഭാര്യയും കുട്ടിയും മരിച്ചെന്നറിഞ്ഞപ്പോഴോ, ഒരു പക്ഷേ പതറാത്ത മനസ്സുകൾ പതറേണ്ട ഒരു വിശ്വാസമാണിത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ചരിത്രം, പറയാനുള്ള സമയമില്ലെങ്കിലും എനിക്കത് ഓർമ്മ